ഒരിക്കലും ഒരു കഴുത പുലിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഈ കാട്ടിലുള്ള പുല്ലുകളും ചെടികളും ഒക്കെ നീല നിറത്തിലുള്ളതാണെന്ന്. പുലി തിരിച്ചു പറഞ്ഞു, അല്ല, പച്ച നിറമാണെന്ന്. വീണ്ടും കഴുത പറയുന്നു നീല നിറം, പുലി പറയുന്നു പച്ച നിറം. കഴുത പറയുന്നു നീല നിറം, പുലി പറയുന്നു പച്ച നിറം. അങ്ങനെ പ്രശ്നമായി. ഒടുവിൽ പുലി കഴുതയുമായിട്ട് കാട്ടിന്റെ രാജാവായ സിംഹത്തിനെ കാണാനായി ചെന്നു. അങ്ങനെ കാണാൻ ചെന്നപ്പോൾ തന്നെ കഴുത സിംഹത്തിനെ കണ്ടോണം തന്നെ പറഞ്ഞു, ഈ പുലിക്ക് വലിയൊരു ശിക്ഷ കൊടുക്കണം. കാരണം ഞാൻ പലതവണ പറഞ്ഞു ഈ കാട്ടിലുള്ള പുല്ലുകളും ചെടികളും ഒക്കെ നീല നിറമാണെന്ന് പറഞ്ഞപ്പോൾ പുലി എൻ്റെ അടുത്ത് തർക്കിക്കുകയാണ് പച്ച നിറം പച്ച നിറം പച്ച നിറം എന്ന്. അപ്പോൾ സിംഹം പറഞ്ഞ ഉത്തരം ഇതാണ്. കഴുതയുടെ അടുത്ത് സിംഹം പറയുന്നു, നീ പറഞ്ഞതാണ് ശരി, അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ പുലിക്ക് വലിയൊരു ശിക്ഷ എന്നെ കൊടുക്കുന്നു. ഇനി മുതൽ ഈ പുലി ആരടുത്തും സംസാരിക്കാൻ പാടില്ല എന്നൊരു വലിയ ശിക്ഷ പുലിക്ക് കൊടുത്തു. അങ്ങനെ കഴുത വളരെ സന്തോഷമായിട്ട് ചെന്നു. പുലിക്ക് ഭയങ്കര വിഷമമായി. പുലി സിംഹത്തിന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പറഞ്ഞതല്ലേ ശരി, പിന്നെ എന്തിനാണ് എനിക്ക് ഇത്രയും വലിയൊരു ശിക്ഷ എനിക്ക് തന്നത്? അപ്പോ സിംഹം പറഞ്ഞു, അപ്പൊ നീ പറഞ്ഞത് ശരിയാണെന്ന് നിനക്കറിയാലോ, കാട്ടിലുള്ളത് പുല്ലുകളും ചെടികളും ഒക്കെ പച്ച നിറമാണെന്ന് നിനക്കറിയാലോ, പിന്നെ എന്തിനാ മനസ്സിലാവാത്ത കഴുതയ്ക്ക് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ നിന്റെ ശക്തിയും നിന്റെ സമയവും ഒക്കെ കളയുന്നത് എന്ന് സിംഹം മറുപടി പറഞ്ഞു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഞാൻ പറഞ്ഞതാണ് ശരി, നിനക്ക് മനസ്സിലാവുന്നില്ല എന്ന് പലരെയും ബോധ്യപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളുടെ എനർജിയും നമ്മളുടെ സമയവും ഒക്കെ വേസ്റ്റ് ആവുകയാണ്. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ആ കഴുതയ്ക്ക് മനസ്സിലാവുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെ നമ്മൾ ശരിയെന്ന് നമ്മൾ ഏൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താ, ശരിയല്ലേ?